കൊല്ലം ചാത്തന്നൂർ നിയോജക മണ്ഡലത്തിൽ ത്രികോണ മത്സരം ഇല്ല എന്ന NDA സ്ഥാനാർത്ഥി ബി ഗോപകുമാർ. ചാത്തന്നൂരിൽ NDAയും LDFും തമ്മിലാണ് മത്സരം. ഇത്തവണ ചാത്തന്നൂർ NDA പിടിച്ചെടുക്കുമെന്നും അദ്ദേഹം മാതൃഭൂമി ന്യൂസിനോട് പറഞ്ഞു. BJPയുടെ A ക്ലാസ് മണ്ഡലങ്ങളിലൊന്ന്, കൊല്ലം ജില്ലയിൽ ത്രികോണ മത്സരം നടക്കുന്ന മണ്ഡലങ്ങളിലൊന്ന് ചാത്തന്നൂർ. അവിടുത്തെ BJP സ്ഥാനാർത്ഥി ബി ഗോപകുമാർ കഴിഞ്ഞ 2 തവണ 2016-ലും 2021-ലും 2ാം സ്ഥാനത്ത് വന്നതാണ്. എന്താ ഒരു പ്രതീക്ഷ? കഴിഞ്ഞ 2 തവണയും 2ാം സ്ഥാനത്താണ്. വലിയ മത്സരം എന്നുള്ള പ്രതീതിയില്ല, തികഞ്ഞ വിജയപ്രതീക്ഷയിലാണ്. 2 തവണയും 2ാം സ്ഥാനത്ത് വന്നൊരു മണ്ഡലം. ഇത്തവണ 2 മുന്നണികളുടെയും സ്ഥാനാർത്ഥികൾ ഈ നിയമസഭാ മണ്ഡലത്തിന് പുറത്തുനിന്നുള്ളവരാണ്. അതുകൊണ്ട് തന്നെ 2 തവണ മത്സരിച്ച ഒരാൾ, 2ാം സ്ഥാനത്ത് വന്ന ഒരാൾ, സ്വന്തം നാട്ടുകാരൻ, ആ നാട്ടുകാരനെ ഇത്തവണ വിജയിപ്പിക്കണമെന്നൊരു ചിന്താഗതിയാണ് എല്ലാ വോട്ടർമാർക്കും ഉള്ളത്. അത് എനിക്ക് വലിയൊരു പിന്തുണയും സഹകരണവും ഏത് ഭാഗത്തു നിന്നും കിട്ടുന്നുണ്ട്. ഒപ്പം പിണറായി സർക്കാരിനെതിരായുള്ള ജനവിധിക്ക് തയ്യാറെടുക്കുന്നു. പിണറായി സർക്കാരിനെതിരായുള്ള ജനവിധിക്ക് ചാത്തന്നൂരിൽ പരീക്ഷിക്കാൻ കഴിയുന്നത് NDA തന്നെയാണ്, കേരളത്തിൽ പരീക്ഷിക്കാൻ കഴിയുന്നത് NDA ആണ് എന്ന സജീവമായ ചർച്ചയും നടക്കുന്ന ഒരു മണ്ഡലം. പക്ഷേ ഇടതുപക്ഷത്തിന് CPIക്ക് അത്യാവശ്യം സാധ്യതയുള്ളതാണ്. ES ജയലാൽ എന്ന് പറയുന്ന ആൾ ജയിച്ചുകൊണ്ടിരുന്നൊരു മണ്ഡലമാണ്, നല്ല ഭൂരിപക്ഷത്തിൽ ജയിച്ചുകൊണ്ടിരുന്ന മണ്ഡലമാണ്. നേരത്തെ അസിസ്റ്റന്റ് സെക്രട്ടറിയാണ് ഇപ്പോൾ മത്സരിക്കുന്നത് CPIയുടെ. അന്നേരം അവർക്കും ഒരു അഭിമാന പോരാട്ടം തന്നെയാണ്. തെരഞ്ഞെടുപ്പിൽ ഇപ്പോൾ ചാത്തന്നൂരിൽ CPIക്ക് വലിയ അടിത്തറയൊന്നും ഇപ്പോൾ ഇല്ല. LDFും UDFും ഒരേ നാണയത്തിൻ്റെ 2 വശങ്ങളാണെന്നുള്ള ഒക്കെ ജനത്തിനറിയാം. അതുകൊണ്ട് തന്നെ BJPക്കും NDAയ്ക്കും ഒരു ബാലികറാം മലയുമല്ല ചാത്തന്നൂർ. ഈ സൂരജ് രവിയാണ് UDF സ്ഥാനാർത്ഥി. അദ്ദേഹത്തെ കൊണ്ടുവന്നത് തന്നെ ഈ മണ്ഡലം പിടിക്കാനാണെന്നാണ് അവർ അവകാശപ്പെടുന്നത്. കാര്യം 3ാം സ്ഥാനത്ത് 2 തവണ കൊണ്ട് UDF കോൺഗ്രസ് വന്നുകൊണ്ടിരിക്കുന്നൊരു മണ്ഡലം. അതുകൊണ്ട് തന്നെ വലിയൊരു പ്രതിഷേധം, ഏതാണ്ട് ദേവരാജനുള്ളത് കണക്ക് തന്നെ പ്രതിഷേധം ഈ സ്ഥാനാർത്ഥിയെ സംബന്ധിച്ച് കോൺഗ്രസിനകത്തുണ്ട് എന്നാണ് പൊതുജനങ്ങൾ പറയുന്നത്. അതുകൊണ്ട് തന്നെ ഈ സ്ഥാനാർത്ഥി, UDFിൻ്റെ സ്ഥാനാർത്ഥി അത്തരത്തിൽ സ്ഥിരമായി 3ാം സ്ഥാനത്ത് വരുന്ന ഒരാൾക്ക് ഒരു പ്രാധാന്യവും ഈ നിയമസഭാ മണ്ഡലത്തിലുണ്ട്. അതായത് NDAയും LDF തമ്മിലാണ് ഇവിടെ മത്സരം. ഉറപ്പായിട്ട് അത് കഴിഞ്ഞ 2 തവണയും അങ്ങനെ തന്നെയായിരുന്നു, ഇത്തവണയും അങ്ങനെ തന്നെയാണ്. അതിനകത്ത് മാറ്റമൊന്നും നമുക്ക് എങ്ങും പ്രതിഫലിക്കാൻ കഴിയുന്നില്ല. ഈ മതസാമുദായിക വോട്ടുകളുടെ ഒരു ഏകീകരണം ഉണ്ടാവുമോ? അങ്ങനെ ഒരു ചർച്ച നടക്കുന്നുണ്ടല്ലോ. ഒരു ചർച്ചയില്ല. വികസിത ചാത്തന്നൂർ, വികസിത കേരളം, നരേന്ദ്രമോദിയുടെ സദ്ഭരണം ഉണ്ടാവണം, അതിൻ്റെ പ്രതിനിധി ഉണ്ടാവണം. ഈ ഒരു ചർച്ച മാത്രമേ ഇപ്പോൾ ഇവിടെ ഉള്ളൂ. എല്ലാവിധ ആശംസകളും.